ഹായ് ഫ്രണ്ട്സ്, ഹായ് പറഞ്ഞേ. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളിവിടെ എന്താണ് തയ്യാറാക്കാൻ പോകുന്നതെന്ന് അറിയുമ്പോൾ ഒരു ഈവനിങ് സ്നാക്കാണ്. അതെന്താണെന്ന് നമുക്ക് കുഞ്ഞാപ്പ് പറഞ്ഞു തരും. പറഞ്ഞു കുഞ്ഞാ, എന്ത് തയ്യാറാക്കാൻ പോകുന്നത്? കട്ട്ലേറ്റ്. കുഞ്ഞാപ്പൂന് ഒരുപാട് ഇഷ്ടമാണ് കട്ട്ലേറ്റ്. അപ്പോൾ നമുക്ക് ഇന്നും തയ്യാറാക്കാൻ പോകുന്നത് കട്ട്ലേറ്റ് ആണ്. വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കാണുക, വീഡിയോ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് കട്ട്ലേറ്റ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. കട്ട്ലേറ്റ് തയ്യാറാക്കാനായിട്ട് ഇവിടെ എടുത്തിട്ടുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത്, വെളുത്തുള്ളി, കറിവേപ്പില, പിന്നീട് മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, പിന്നീട് അടുത്തായിട്ടൊരു 3 മുട്ട, ബ്രെഡ് പൊടി, ഒരു വലിയ സവാള ചെറുതായിട്ട് അരിഞ്ഞത്, പിന്നീട് ഏകദേശം ഒരു 300 ഗ്രാമോളം ബീഫ് മഞ്ഞൾപ്പൊടിയും ഉപ്പും കുരുമുളക് പൊടിയും ചേർത്ത് വേവിച്ച് നമ്മൾ മിക്സിയിലിട്ടൊന്ന് അടിച്ചു വെച്ചിട്ടുള്ളതാണ്. പിന്നീട് കിഴങ്ങ് പുഴുങ്ങി തൊലി കളഞ്ഞ് വെച്ചിട്ടുള്ളത്, പിന്നീട് ഇതിന് ഫ്രൈ ചെയ്യാൻ ആവശ്യമായ എണ്ണ. ഇത്രയുമാണ് ഇവിടെ നമുക്ക് കട്ട്ലേറ്റ് തയ്യാറാക്കാനായിട്ട് ആവശ്യമുള്ള സാധനങ്ങൾ. കട്ട്ലേറ്റ് തയ്യാറാക്കാനായിട്ടുള്ള കൂട്ട് നമുക്ക് തയ്യാറാക്കാം. അതിനായിട്ട് ഒരു ഫ്രൈ പാൻ വെച്ചിട്ട് ചൂടായി വന്നതിന് ശേഷം ഒരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി അതിലേക്ക് നമ്മൾ പൊടിയായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി ചേർത്ത് കൊടുക്കാം. ഇഞ്ചിയും അതുപോലെ തന്നെ വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്കതിലേക്ക് നമ്മൾ പൊടിയായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള കൂടെ ചേർത്ത് കൊടുക്കാം. ഒരു വലിയ സൈസ് സവാളയാണ് നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. സവാള ചേർത്ത് നമുക്കൊന്ന് വഴറ്റിയെടുക്കണം. നന്നായിട്ടൊന്ന് നമുക്കിതൊന്ന് ഇളക്കി വഴറ്റിയെടുക്കാം. സവാള ഒന്ന് വാടി വരുമ്പോൾ അതിലേക്ക് നമുക്ക് കറിവേപ്പിലയും കൂടെ ചേർത്ത് ഉപ്പും ചേർത്ത് ഒന്ന് സവാളയ്ക്ക് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കാം. ജസ്റ്റ് ഒന്ന് വാടി വന്നാൽ മതി. ഇതൊന്ന് നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. സവാള ഇവിടെ നന്നായിട്ട് ഒന്ന് വാടി വന്നിട്ടുണ്ട്. ഇത്രയും വാടിയാൽ മതിയാവും. ഇനി ഇതിലേക്ക് നമുക്ക് കുരുമുളക് പൊടി ഒരു 2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം. നമ്മൾ ഓൾറെഡി ബീഫിൽ കുരുമുളക് പൊടി ചേർത്തിട്ടുണ്ട്, അതുകൊണ്ട് കുറച്ച് മതി. ഇനി ഇതിലേക്ക് മഞ്ഞൾപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും സവാളയെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമ്മുടെ ഈ കൂട്ടിലേക്ക് നമ്മൾ നേരത്തെ പുഴുങ്ങി എടുത്തു വെച്ചിട്ടുള്ള കിഴങ്ങ് ഒന്ന് കൈകൊണ്ട് നന്നായിട്ട് ഉടച്ച് നമുക്ക് ഈ കൂട്ടിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇത് ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഈ സമയത്ത് നിങ്ങൾക്ക് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. കിഴങ്ങിന് മാത്രം കുറച്ച് ഉപ്പ് കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. നന്നായിട്ട് ഈ കിഴങ്ങൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മളിവിടെ ക്രഷ് ചെയ്തെടുത്ത് വെച്ചിരിക്കുന്ന നമ്മുടെ ബീഫ് കൂടെ ഈ കൂട്ടിലേക്ക് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. നന്നായിട്ട് കിഴങ്ങും ബീഫും എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. കൂട്ട് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിനി ഇത് തീ ഓഫ് ചെയ്തൊന്ന് തണുക്കാനായിട്ട് വെക്കാം. തണുത്തതിന് ശേഷം നമുക്ക് നന്നായിട്ട് കൈകൊണ്ട് മിക്സ് ചെയ്തെടുക്കാം. കൈ കൊണ്ട് നമ്മളിത് നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് ഇഷ്ടമുള്ള ആകൃതിയിൽ നിങ്ങൾക്ക് ഇത് എടുക്കാവുന്നതാണ്. ഞാനിവിടെ കട്ട്ലേറ്റിൻ്റെ ഷേപ്പിൽ തന്നെയാണ് എടുക്കുന്നത്. നന്നായിട്ട് ഇതുപോലെ എല്ലാം നമുക്ക് ഇങ്ങനെ ഈ ആകൃതിയിൽ എടുക്കാവുന്നതാണ്.
അങ്ങനെ ഇവിടെ നമ്മൾ എടുത്തു വെച്ച് എല്ലാം ഇതേ ഷേപ്പിൽ എടുത്തു വെച്ചിട്ടുണ്ട്. കട്ട്ലേറ്റിൻ്റെ ഷേപ്പിൽ എല്ലാം നമ്മളിവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് പൊരിച്ചെടുക്കാം. നമ്മൾ ഇതിലൊരെണ്ണം എടുത്ത് നമ്മൾ നേരത്തെ എടുത്തു വെച്ച് മുട്ട ബീറ്റ് ചെയ്ത് വെച്ചതിലേക്ക് മുക്കി ഈ ബ്രെഡ് ക്രംസിൻ്റെ പൊടിയിലേക്കൂടെ നമുക്ക് മുക്കി നേരെ ചൂടായ എണ്ണയിലേക്ക് ഇടാം. ഇനി ഇതുപോലെ നമുക്ക് ബാക്കിയുള്ളതെല്ലാം ഇതുപോലെ നമ്മൾ മുട്ടയിലേക്ക് മുക്കി ഈ ബ്രെഡ് ക്രംസിൽ മുക്കി നമുക്ക് പൊരിച്ചെടുക്കാവുന്നതാണ്. തിരിച്ചും മറിച്ചും ഇട്ട് നമുക്കിതെല്ലാം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു സൈഡ് നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. മറിച്ചിട്ട് രണ്ട് സൈഡ് ഫ്രൈ ചെയ്ത ശേഷം നമുക്കിത് കോരിയെടുക്കാം. ഇത് പെട്ടെന്ന് തന്നെ ഫ്രൈ ആവുന്നതാണ്, ഒരുപാട് സമയമൊന്നും വേണ്ട. നമ്മുടെ കട്ട്ലേറ്റ് ഇവിടെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. നമുക്കിനി ഇത് കോരി മാറ്റാം. ഇതുപോലെ ബാക്കിയുള്ളതെല്ലാം നന്നായിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുത്ത് എടുക്കാം. അങ്ങനെ നമ്മുടെ കട്ട്ലേറ്റ് എല്ലാം നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ട്. എല്ലാം നമ്മൾ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഈവനിങ് സ്നാക്കായിട്ട് ചായക്ക് നമുക്ക് കഴിക്കാവുന്നതാണ്. നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ ഇന്നത്തെ കട്ട്ലേറ്റ് എല്ലാവർക്കും ഇഷ്ടമായല്ലോ. കുഞ്ഞ കട്ട്ലേറ്റ് എങ്ങനെ ഉണ്ടായിരുന്നു കുഞ്ഞ? കൊള്ളാം. അപ്പം എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. അങ്ങോട്ട് പറ, ലൈക്ക് ചെയ്യുക. ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി കാണുന്നവരേക്ക് എല്ലാവർക്കും ബൈ ബൈ. ബൈ ബൈ.